ചരിത്രത്തെപ്പറ്റിയുള്ള നമ്മുടെ ചർച്ചകളിൽ പലപ്പോഴും നമ്മുടെ സമീപകാലം കടന്നു വരാറില്ല. ചിലപ്പോൾ ചരിത്രം അങ്ങ് ദൂരെയുള്ള എവിടെയോ സ്ഥിതി ചെയ്യുന്ന ഒന്നാണ് എന്ന ധാരണയാകും ഇതിനൊക്കെ അടിസ്ഥാനമായി പ്രവർത്തിക്കുന്നത്. എന്നാൽ കേരളത്തിൻ്റെ കഴിഞ്ഞ 100 വർഷത്തെ ചരിത്രം ഇങ്ങനെ വിസ്മരിക്കപ്പെടേണ്ടതാണോ? സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ നാട്ടിൽ നടന്ന പല മാറ്റങ്ങളും ഒരു സ്വതന്ത്ര രാഷ്ട്രം എന്ന നിലയിൽ ആളുകൾ കണ്ട സ്വപ്നങ്ങളിൽ നിന്നും ഒരുപാട് അകലെയായിരുന്നു. തങ്ങളുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുവാനും അവയെ സ്ഥാപിച്ചെടുക്കുവാനും പല ആളുകളും പ്രസ്ഥാനങ്ങളും പല വഴികളാണ് പിന്നീട് തിരഞ്ഞെടുത്തത്. ചിലർ കാത്തിരിക്കുവാൻ തയ്യാറായിരുന്നു, ചിലർ നിരാശരായിരുന്നു, എന്നാൽ ചിലരുടെ വഴി തീവ്ര പോരാട്ടത്തിൻ്റേതായിരുന്നു. അങ്ങനെ പ്രതികരിച്ചവരുടെ ചരിത്രവും ചരിത്രത്തിൻ്റെ ഭാഗം തന്നെയാണ്. ബാക്ക് സ്റ്റോറിയുടെ ഈ അധ്യായം കേരളത്തിലെ പ്രധാന നക്സലൈറ്റ് ആയിരുന്ന വെള്ളത്തൂവൽ സ്റ്റീഫൻ്റെ ജീവിതത്തിലെ വിപ്ലവത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ വഴികളെപ്പറ്റിയാണ്. ഏവർക്കും സ്വാഗതം. കോട്ടയം ജില്ലയിലെ കങ്ങഴയിൽ നിന്നും ഹൈറേഞ്ചിലേക്ക് ആ കുടുംബം കുടിയേറുമ്പോൾ സ്റ്റീഫൻ്റെ പ്രായം കേവലം 7 വയസ്സ് മാത്രമായിരുന്നു. ഇടുക്കിയിലെ തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം തൻ്റെ പിതാവിൻ്റെ പാത പിന്തുടർന്ന് ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് തിരിയുകയുണ്ടായി. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്ന സമയത്ത് CPIയിൽ നിലകൊണ്ട സ്റ്റീഫൻ പിതാവിൻ്റെ പാതയിൽ നിന്നും ആദ്യമായി അകന്നു. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പിളർപ്പുണ്ടായപ്പോൾ സ്റ്റീഫൻ്റെ പിതാവായ സ്കറിയ CPMനൊപ്പം പോയപ്പോൾ സ്റ്റീഫൻ ഔദ്യോഗിക പക്ഷമായ CPIയിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. എന്നാൽ സ്റ്റീഫൻ്റെ നിലപാടുകൾ പിന്നെയും കാലത്തിനൊപ്പം വളർന്നു. വർഷങ്ങൾ വീണ്ടും കഴിഞ്ഞു. വെള്ളത്തൂവൽ സ്റ്റീഫൻ എന്ന സാധാരണക്കാരനെ സായുധ വിപ്ലവത്തിൻ്റെ പാതയിലേക്ക് നയിച്ചതിന് പിന്നിൽ ഒരു ചോരപ്പാടിൻ്റെ കഥയുണ്ട്. 1965 നടന്ന ഈ സംഭവം സ്റ്റീഫൻ്റെ ജീവിതത്തിലെ ഒരു വലിയ വഴിത്തിരിവായി മാറി. വെള്ളത്തൂവലിനടുത്തുള്ള ഡാമിൻ്റെ ക്യാച്ച്മെൻ്റ് ഏരിയയിൽ കയറിക്കിടക്കാൻ ഇടമില്ലാതെ വന്ന് അഭയം പ്രാപിച്ച പാവപ്പെട്ട കുറച്ച് കുടിയേറ്റക്കാരുണ്ടായിരുന്നു. എന്നാൽ ഭരണകൂടവും വനപാലകരും പോലീസും ചേർന്ന് ഈ മനുഷ്യരെ അവിടെ നിന്നും ക്രൂരമായി തല്ലിച്ചതച്ച് ഒഴിപ്പിക്കാൻ ശ്രമിച്ചു. അത് ഇക്കാലത്ത് വലിയ പ്രതിഷേധങ്ങളിലേക്ക് നയിച്ച ഒരു സംഭവമായിരുന്നു. ഈ പോലീസ് അതിക്രമത്തിനെതിരെ നടന്ന പ്രതിഷേധ യോഗത്തിൽ ഭരണകൂടത്തിൻ്റെ ജനവിരുദ്ധ നയങ്ങളെ നിശ്ചിതമായി വിമർശിച്ച് സ്റ്റീഫൻ വളരെ വൈകാരികമായി പ്രസംഗിക്കുകയുണ്ടായി. ഈ യോഗത്തിൽ പങ്കെടുത്ത കോഴിക്കോട് കുന്നമംഗലം സ്വദേശിയായ ദാസൻ എന്ന വ്യക്തിയാണ് സ്റ്റീഫൻ്റെ പ്രസംഗത്തിലെ തീപ്പൊരി കൊണ്ട് അദ്ദേഹത്തെ നക്സൽ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കുന്നത്. തുടർന്ന് മാവോയിസ്റ്റ് സാഹിത്യങ്ങളും സ്റ്റഡി ക്ലാസ്സുകളും സ്റ്റീഫനെ ആകമാനം മാറ്റിമറിച്ചു. പ്രമുഖ നക്സൽ നേതാവായ കുന്നിക്കൽ നാരായണൻ വെള്ളത്തൂവലിൽ നേരിട്ടെത്തി പാർട്ടി ക്ലാസ്സുകൾ എടുത്തോടെ സ്റ്റീഫൻ പ്രസ്ഥാനത്തിൻ്റെ മുൻനിര പോരാളിയായി മാറി. മൃഗങ്ങളെ വേട്ടയാടി ശീലമുള്ളതുകൊണ്ട് തോക്ക് ഉപയോഗിക്കാനുള്ള പരിചയവും പടക്കം കെട്ടാനുള്ള അറിവും സ്റ്റീഫനെ സായുധ സമരരംഗത്തെ മുന്നണി പോരാളിയാക്കി മാറ്റുന്നതിൽ സഹായകമായ പ്രധാന ഘടകങ്ങളായി മാറി. കേരളത്തിലെ നക്സൽ ചരിത്രത്തിൽ പ്രധാനമായ 450-ലധികം ആളുകൾ പങ്കെടുത്ത ആ ചരിത്രപ്രസിദ്ധമായ തലശ്ശേരി പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ ആദ്യ ബോംബെറിഞ്ഞത് സ്റ്റീഫനായിരുന്നു. നക്സൽ വർഗീസിനൊപ്പം വയനാട്ടിലെ ആദിവാസികൾക്കായി പ്രവർത്തിക്കുകയും തൃശ്ശിലേരി, തിരുനെല്ലി ആക്രമണങ്ങൾ അദ്ദേഹം പിന്നീട് പങ്കാളിയാവുകയും ചെയ്തു. സ്റ്റീഫനെ പിടികൂടാൻ പോലീസ് വളരെയേറെ പണിപ്പെട്ടു. ഒടുവിൽ 1971 കൊലപാതക കുറ്റങ്ങളടക്കം 18ഓളം കേസുകളിൽ പ്രതിയായി അറസ്റ്റ് ചെയ്യപ്പെട്ട അദ്ദേഹത്തെ കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയുണ്ടായി. ജയിൽ വാസത്തിനിടയിൽ തൻ്റെ നക്സൽ വഴികളെ അദ്ദേഹം തള്ളിപ്പറയുകയും ജയിലിൽ വെച്ച് തന്നെ ചാരു മജുംദാറിൻ്റെ ഉന്മൂലന മാർഗത്തെ ഉപേക്ഷിക്കുകയും ചെയ്തു. സായുധ പോരാട്ടം ഉപേക്ഷിച്ച അദ്ദേഹം പിന്നീട് ഇടുക്കി ജില്ലയിലെ ചേലച്ചുവട്ടിൽ ഒരു തയ്യൽക്കട നടത്തി പിൽക്കാല ജീവിതം നയിച്ചു. ഇടയ്ക്ക് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന സ്റ്റീഫൻ തൻ്റെ വഴികൾ അപക്വമായിരുന്നു എന്ന് പിന്നീട് പറയുകയുണ്ടായി. ജീവിതത്തിലെ ഇത്തരം വൈരുദ്ധ്യങ്ങളെ ബാക്കി നിർത്തിക്കൊണ്ട് 2026 ജനുവരി മാസം 30 തൻ്റെ 82-ാം വയസ്സിൽ അദ്ദേഹം കാലത്തോട് വിട പറഞ്ഞു. ജനാധിപത്യ രാഷ്ട്രത്തിൽ സായുധ വിപ്ലവത്തിന് സ്ഥാനമില്ല എന്ന് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ചുകൊണ്ട് സ്റ്റീഫനും കൂട്ടരും കടന്നുപോയത് നമ്മുടെ കാലത്തു നിന്നും അധികം ദൂരെയല്ല. എന്തായിരിക്കും ആ മനുഷ്യരെ പ്രചോദിപ്പിച്ചിരുന്നത്?
സമത്വസുന്ദരമായ ഒരു ലോകമെന്ന വീക്ഷണമോ, അതോ തീവ്ര പ്രത്യയശാസ്ത്രങ്ങളുടെ കുടിപ്പകകളോ? എന്തായാലും കേരളത്തിൻ്റെ ചരിത്രം വിശകലനം ചെയ്യുമ്പോൾ ഈ പോരാട്ടങ്ങളെ മറവിയുടെ കയങ്ങളിലേക്ക് തള്ളുക അസാധ്യമാണ്.